നാളെ നമ്മൾ ജീവിച്ചിരിക്കുമോ എന്നൊന്നും നമ്മൾക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഏതൊരു മുസ്ലിം വ്യക്തിയും നമുക്ക് നാളെ കാണാമെന്ന് പറയുമ്പോൾ ഇൻഷാ അള്ളാ എന്നാണ് പറയുന്നത്. ഇൻഷാ അള്ളാ എന്ന് വെച്ചാൽ ദൈവഹിതം പോലെ. അതുപോലെ തന്നെ ഏറ്റവും പരിശുദ്ധ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്, നമ്മൾ പരസ്പര സഹോദരന്മാർ തമ്മിൽ കാണുമ്പോൾ അസ്സലാമു അലൈക്കും, സമാധാനം നിന്നോടുകൂടെ. അതുപോലെ തന്നെ ഒരാൾ സലാം കൊടുത്താൽ അത് തിരിച്ചു മടക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഇല്ലെങ്കിൽ തിരിച്ചു മടക്കിയില്ലെങ്കിൽ അത് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇതിന് കണക്ക് പറയേണ്ടതായിട്ട് വരും. ചെറുപ്പക്കാരൊക്കെ പോകാൻ നോക്കുക, പോയി ഉമ്ര ചെയ്യാൻ നോക്കുക. എന്താണെന്ന് വെച്ചാൽ അത്രത്തോളം നടക്കാനുണ്ട്. നടന്ന് അത്രത്തോളം നടക്കാനുണ്ട്. അപ്പോൾ അതിന് ശരിക്കും ആരോഗ്യം വേണം. വയസ്സായ അമ്മച്ചിമാർക്ക് വയസ്സ് ചെന്ന് കഴിഞ്ഞാൽ അവിടെ പോകുകയെന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നടക്കാൻ പറ്റത്തില്ല, കാലിന് വേദന. കാരണം നമ്മളിവിടെ നടക്കുന്നില്ലല്ലോ. അപ്പോൾ അവിടെ പോയി നടക്കുമ്പോൾ ശരീരവേദന, കാലിന് വേദന, മുട്ടിന് വേദന. അതുകൊണ്ട് തന്നെ നമ്മൾ മക്കയിൽ പോകുമ്പോൾ അതിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുക. എന്താണ് ചെയ്യണം? ഒരു മാസം മുമ്പേ നമ്മൾ നടത്തം തുടങ്ങുക. നല്ല നടക്കാൻ പഠിക്കുക. നടന്ന് വെയിറ്റ് കുറയ്ക്കുക. ഒരുപക്ഷെ നമുക്ക് കബിൽ ഒരു ദിവസം 5 നേരവും നമുക്ക് തവാഫ് പ്രദക്ഷിണം ചെയ്യാൻ പറ്റും. എത്രത്തോളം നമ്മൾ പ്രദക്ഷിണം ചെയ്യുന്നു അത്രയും നമുക്ക് നല്ലതാണ്. പിന്നെ ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത്, ഹജറുൽ അസ്വദിനെ വേണ്ടി അതിനെ ഒന്നും കാണാനായിട്ട് മുത്താനായിട്ട് ആൾക്കാർ വളരെ തിരക്ക് കൂട്ടുന്നതായിട്ടാണ് കാണുന്നത്. അത്രയ്ക്ക് വലിയ ഇടിയാണ്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ആ ഒരു സർക്കിൾ തുടങ്ങുമ്പോൾ അവിടെയാണ് ഹജറുൽ അസ്വദിന് അവിടെ നിന്നാണ് ഒന്നും തുടങ്ങുന്നത്. അവിടെ ഒരു പച്ച ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ വരുമ്പോൾ 2. അമ്മ ആ ഹജറുൽ അസ്വദിനെ നോക്കി ഒന്ന് കൈ കാണിച്ചാൽ മാത്രം മതി. ബിസ്മില്ലാ അല്ലാഹു അക്ബർ, ദാറ്റ്സ് ഓൾ.